വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായി അവശേഷിക്കുന്നത് 10 പേർ. ഇന്ന് നടന്ന നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ മുഴുവൻ പേരുടെയും സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും മത്സര രംഗത്ത് ഉണ്ടാകാനാണ് സാധ്യത. ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതോടെ മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. രാവിലെ 11 മണിയോടെയാണ് വയനാട് പാർലമെന്റ് മണ്ഡലം വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത്. 1 മണിയോടെ പരിശോധന പൂർത്തിയായി. മത്സര രംഗത്തുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. ഇതോടെ LDF, NDA ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകൾ അസാധുവായി. നിലവിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഏപ്രിൽ 8 അന്തിമ മത്സരചിത്രം വ്യക്തമാവുകയുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും മത്സര രംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. വിവിധ മുന്നണികൾക്ക് വേണ്ടി ND അപ്പച്ചൻ, EJ ബാബു, K സദാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരായി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.